കുയിരിക്കും. ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഈ വർഷവും ഗുഡ് ഫ്രൈഡേ ആരാധനയിൽ പങ്കെടുക്കുവാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. നമ്മളുടെ ഇന്നത്തെ ആരാധനകളും നാം കുമ്പിടുന്നതും നാം പാടുന്ന പാട്ടുകളും ദൈവവചന ധ്യാനവുമൊക്കെ നമ്മളെ കൂടുതലായി ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ പ്രത്യേക ദേശത്ത് ഇൻ ബിറ്റ്വീൻ എ ബിസി സ്കെഡ്യൂൾ യു ട്രൈ ടു ഫൈൻഡ് ദിസ് വാല്യുബിൾ ടൈം ടു ബി വിത്ത് ഗോഡ്. അതിന് ഞാൻ എല്ലാവരെയും പ്രത്യേകം ഐ അപ്രീഷിയേറ്റ് യു ഓൾ ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടുമുള്ള പ്രത്യേകം നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. ഇന്ന് ഈ ആരാധനയിൽ 2 പ്രസംഗമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പ്രസംഗം ഇപ്പോൾ നടക്കും. അതിനുശേഷം രണ്ടാമത്തെ ഭാഗത്തിനോട് ചേർന്ന് രണ്ടാമത്തെ പ്രസംഗം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ 2 പ്രസംഗത്തിലും ഒരു തീമാണ് പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ ദുഃഖവെള്ളിയാഴ്ച പ്രധാനമായിട്ടും ധ്യാനിക്കുന്ന ഒരു വിഷയമാണല്ലോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലെ മൊഴികൾ, 7 sayings ഓൺ ദ ക്രോസ്. കർത്താവ് പറഞ്ഞ 7 മൊഴികൾ നമ്മൾ ഇന്നത്തെ 2 പ്രസംഗത്തിൽ ധ്യാനിക്കും. ഈ മൊഴികളെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. 7 മൊഴികളുണ്ടെങ്കിലും അതിനെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. ഫസ്റ്റ് 3 sayings ജീസസ് ടോൾഡ് അബൌട്ട് അതേഴ്സ്, കൺസേൺ ടുവേർഡ്സ് അതേഴ്സ്. ആദ്യത്തെ 3 മൊഴികൾ നമ്മൾ നോക്കുമ്പോൾ മറ്റുള്ളവരോടുള്ള യേശുവിൻ്റെ കരുതലും മറ്റുള്ളവരോടുള്ള യേശുവിൻ്റെ മനോഭാവവും വിളിച്ചോതുന്നതാണ് ഫസ്റ്റ് 3 sayings. ആൻഡ് സെക്കൻഡ് 4 sayings he told about പേഴ്സണൽ മാറ്റേഴ്സ്. താനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് കർത്താവ് കുരിശിലെ മൊഴിയായിട്ട് രണ്ടാമത്തെ ഭാഗം 4 മൊഴികളിൽ പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ആദ്യത്തെ പ്രസംഗത്തിൽ വി ആർ ഗോയിങ് ടു മെഡിറ്റേറ്റ് ഫസ്റ്റ് 3 sayings ഓൺ ദി ക്രോസ് വിച്ച് ജീസസ് ടോൾഡ് അബൌട്ട് അതേഴ്സ്, കൺസേൺ ടുവേർഡ്സ് അതേഴ്സ് ആൻഡ് അതർ നീഡ്സ്. അതിനെ ആസ്പദമാക്കിയാണ് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ജീവിതത്തിൽ വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മുടെയൊക്കെ വായിൽ നിന്ന് മൊഴികളാണോ ഉണ്ടാകുന്നത്, തെറികളാണോ ഉണ്ടാകുന്നതെന്നൊക്കെ ഒന്ന് ജീവിതാനുഭവങ്ങളുടെ നടുവിൽ ചിന്തിക്കുന്നത് നല്ലത്. നമ്മളെ ആരെങ്കിലും ചൊറിഞ്ഞാൽ നമ്മുടെ വായിൽ മൊഴികൾ വരുമോ, തെറികൾ വരുമോ? ബാഡ് വേർഡ്സ് വരുമോ, ഗുഡ് വേർഡ്സ് വരുമോ? അനുഗ്രഹിക്കുമോ, ശപിക്കുമോ? നമ്മൾ ശാന്തമായിട്ടൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഒരു പണ്ഡിതൻ, ഞാനിത് പല പ്രസംഗത്തിലും പറഞ്ഞിട്ടുണ്ട്, ഒരാൾ പറഞ്ഞു, ക്രിസ്ത്യൻസ് ആർ ലൈക്ക് ടീ പൗഡർ. വെൻ വി പുട്ട് ദം ഇൻ ഹോട്ട് വാട്ടർ വി നോ ദ റിയൽ ക്യാരക്ടർ ഓഫ് ക്രിസ്ത്യൻ. ചൂടുവെള്ളത്തിലിടുന്നത് വരെ തേയിലപ്പൊടിയാണോ, മണ്ണാണോ, ഊറാൻ പൊടിയാണോ എന്നൊന്നും അറിയത്തില്ല. തണുത്ത വെള്ളത്തിലിട്ടാൽ അയ്യോ ഇതുപോലൊരു കുഴപ്പമില്ല. എന്നാൽ ചൂടുവെള്ളത്തിലിട്ട് കഴിയുമ്പോൾ ആ തേയിലയുടെ സ്വഭാവം മാറുകയാണ്. അതുപോലാണ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത്. വേദനകൾ വരുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ചില പ്രത്യേക അനുഭവങ്ങളുടെ നടുവിൽ നമ്മുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടും എന്നാണ് പറയുന്നത്. എന്നാൽ വേദനകളുടെ നടുവിൽ കൂടെ കടന്നു പോയിട്ടും കർത്താവ് പറഞ്ഞത് മൊഴികളായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹിസ് ലാസ്റ്റ് വേർഡ്സ് all are considered as
7 sayings, good words to all of us, and which is good to meditate in our day-to-day life to become a better Christian. നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഇതെല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ മൊഴിയിലേക്ക് പെട്ടെന്ന് പോവുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം. Gospel according to Saint Luke, chapter 23, verse 34. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. Father, forgive them, for they do not know what they are doing. Father, forgive them, for they do not know what they are doing. ഞാൻ പറഞ്ഞതുപോലെ വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളുമൊക്കെ വരുമ്പോൾ പലതും നമ്മൾ പുലമ്പും. വി മേ കംപ്ലൈൻ, ശപിക്കും, പ്രാകും, കേഴ്സ് അതേഴ്സ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. എന്നാൽ കർത്താവ് തൻ്റെ കുരിശിലെ ആദ്യ മൊഴി, ഇറ്റ് വാസ് എ പ്രയർ. ഇറ്റ് വാസ് എ പ്രയർ for the forgiveness to others. He prayed to Lord Almighty for the forgiveness to others. മറ്റുള്ളവരോട് പാപം ക്ഷമിക്കണമേ എന്ന്, ലോർഡ് യു ഫോർഗീവ് ദെയർ സിൻസ് എന്നാണ് കർത്താവ് തൻ്റെ കുരിശിൽ ആദ്യമായിട്ട് മൊഴിഞ്ഞത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഹി വാസ് എ മാൻ ഓഫ് പ്രയർ ആൻഡ് ഹി ടോട്ട് us how to pray. ശിഷ്യന്മാർ അടുത്ത് വരുമ്പോഴും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊക്കെ കർത്താവ് പഠിപ്പിച്ചു. ജീവിതത്തിൻ്റെ വിവിധ അനുഭവങ്ങളുടെ നടുവിൽ കർത്താവ് പ്രാർത്ഥിച്ചു. When he started his earthly ministry, he fasted 40 days and nights. He spent his time along with Lord. When he became, a famous person, so many people came to him for healing and redemption. But he set apart certain time being with the Lord Almighty while for gaining power from him. തൻ്റെ പബ്ലിസിറ്റി ഒരുപാട് വളർന്നപ്പോൾ പോലും കർത്താവ് മലമുകളിലേക്കൊക്കെ പോയി, അല്ലെ ഏകാന്തനായി കർത്താവ് പ്രാർത്ഥനയ്ക്ക് ചെലവഴിച്ചു എന്ന് നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നു. ഇന്നലെ നമ്മൾ ധ്യാനിച്ചതുപോലെ തൻ്റെ അന്ത്യ അത്താഴ സമയത്ത് പോലും കർത്താവ് ശത്രുക്കളോടൊപ്പമാണ് ഭക്ഷണം കഴിച്ചത്. ക്രൂശിൻ്റെ മുഖത്ത് ഹി ഈസ് പ്രേയിങ് ഫോർ അതേഴ്സ്. അദ്ദേഹം ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ വെൻ ഹി സെലക്റ്റഡ് ഡിസൈപ്പിൾസ്, ജീസസ് പ്രേയ്ഡ്. ചുരുക്കം പറഞ്ഞാൽ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും കർത്താവ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. സ്റ്റിൽ ഹി ഈസ് പ്രേയിങ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഹിസ് ഡിഫിക്കൽട്ടീസ് ആൻഡ് ട്രയൽസ്. കുരിശിൻ്റെ അനുഭവത്തിലും കടന്നു പോകുമ്പോഴും കർത്താവ് ചെയ്യുന്നത് പ്രാർത്ഥിക്കുകയാണ് എന്നുള്ളത് ക്രിസ്ത്യാനികളായ നമുക്ക് ഒരു വലിയ പാഠമാണ്. ഇന്ന് നമ്മൾ പ്രാർത്ഥന മാറ്റിവെക്കുന്നത് പലതും തിരക്കുകൾ പറഞ്ഞാണ്. ഡു യു ഹാവ് ഫാമിലി പ്രയർ? ഡു യു ഹാവ് ഫാമിലി പ്രയർ അലോങ് വിത്ത് യുവർ ഫാമിലി മെമ്പേഴ്സ്? ആൻഡ് ആർ യു പോസ്റ്റ്പോൺഡ് ഫാമിലി പ്രയർ ഫോർ certain reasons? That is not good. Prayer is inevitable in our life, especially for a Christian life. If you have less prayer, less power. If you have more prayer, more power. Through prayer we can communicate to Lord Almighty and He will provide strength and energy to us to face various experiences which we are going through. അതുകൊണ്ട് കർത്താവ് നമ്മളെ ഈ കുരിശിലെ ആദ്യത്തെ മൊഴിയിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്, കുരിശിൻ്റെ വേദനയുടെ നടുവിൽ, ദുഃഖങ്ങളുടെ നടുവിൽ ഞാൻ പ്രാർത്ഥിച്ചെങ്കിൽ, പ്രിയപ്പെട്ടവരെ, സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഈ ജീവിതത്തിൻ്റെ വിവിധ അനുഭവങ്ങളുടെ നടുവിലും നിങ്ങളും പ്രാർത്ഥിക്കണമെന്നത്രേ കർത്താവ് നമ്മളോട് പഠിപ്പിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 34-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഒരു പ്രത്യേക സമയത്തല്ല, നോട്ട് ഫോർ എ സ്പെഷ്യൽ സീസൺ. We are worshiping Lord Almighty in a particular season. That is not good. You should worship Lord Almighty in all seasons, in all time.
ജീവിതത്തിൻ്റെ ഏത് അനുഭവങ്ങളുടെ നടുവിലും ദൈവത്തെ സ്തുതിക്കുന്നവരും ആരാധിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായി തീരണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇവിടെ കർത്താവ് എന്താണ് പ്രാർത്ഥിച്ചത്? ഫൊർഗീവ്നെസ്സിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, ദേ ഡു നോട്ട് നോ, ലോർഡ് ഫൊർഗീവ് ദം ബിക്കോസ് ദേ ഡു നോട്ട് നോ വാട്ട് ദേ ആർ ഡൂയിങ്. ഹി ഇൻറ്റർസീഡഡ് ടു ഗോഡ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് അവർ വീക്ക്നെസ്. നമ്മുടെ ബലഹീനതകളെ ബലഹീനതകളാക്കി കണ്ടുകൊണ്ട് പിതാവായ ദൈവത്തിനോട് തൻ്റെ വേദന മറച്ചു വെച്ചുകൊണ്ട് കർത്താവ് യാചിക്കുകയാണ്, കർത്താവേ, ദൈവമേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയത്തില്ല, ഇവർക്ക് അറിയുകയില്ല. ചെറുപ്പത്തിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്തടത്തൊക്കെ പിടിച്ച് കേടാക്കുകയും ആവശ്യമില്ലാത്തടത്തൊക്കെ എന്തെങ്കിലും കുരുനകര് കാണിച്ച് ചെയ്യുമ്പോഴും നമ്മുടെ അപ്പനും അമ്മയും ഒക്കെ ചിലപ്പോൾ ഒന്ന് ശിക്ഷിച്ചെന്ന് വരും. എന്നാലും അവർക്കറിയാം ഇവൻ അറിവില്ലായ്മ കൊണ്ടാണ്. കുഞ്ഞെ അവിടെ കൈയിടല്ലേ, കൈ മുറിഞ്ഞു പോവും. കുഞ്ഞെ അവിടെ നടക്കല്ലേ, മറിഞ്ഞു വീഴും. റോഡിലിറങ്ങില്ലേ, വണ്ടി ഇടിക്കും. ഇത് കഴിക്കരുതേ, തൊണ്ടയ്ക്ക് പോവും. എന്തെല്ലാം കാരണം നമുക്ക് അറിവില്ല. അറിവില്ലാതെ കൊണ്ട് ചെയ്യുന്നതിനെയൊക്കെ അവർ സ്നേഹത്തോടു കൂടി ശാസിക്കുകയാണ് പതിവ്. ഇവിടെ കർത്താവ് തന്നെക്കെതിരെ ഈ മനുഷ്യർ ഇത്രയും ദ്രോഹം ചെയ്തിട്ടും അമ്മ തനിക്ക് തയ്ച്ചു തന്ന അങ്കി അത് ചീട്ടിട്ടെടുത്ത് പങ്കിട്ടെടുത്തിട്ടും തന്നെ കുന്തം കൊണ്ട് കുത്തിയിട്ടും ചാട്ടവാറ് കൊണ്ട് അടിച്ചിട്ടും തുപ്പിയിട്ടും നമ്മളിപ്പോൾ ഏവങ്കേലിയനായിട്ട് വായിച്ചു, തന്നെ ദ്രോഹിച്ചിട്ടും തൻ്റെ ജീവിതത്തിൽ ചെയ്യാവുന്ന പങ്കപ്പാടുകളെല്ലാം ചെയ്തിട്ടും still he is interceding the Lord Almighty. Lord, they do not know what they are doing. മക്കളായിട്ട് നമ്മളെ കണ്ട നമ്മുടെ കർത്താവ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തെ ആരാധിച്ചതിന് ശേഷം ഈ ലോകത്തിലേക്ക് പോയി എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. But still he is interceding on behalf of us to Lord Almighty and seeking forgiveness for all humanity. നമ്മുടെ അറിവില്ലായ്മയ്ക്ക് വേണ്ടി കർത്താവ് ഇപ്പോഴും നമ്മളോട് മധ്യസ്ഥത അണയ്ക്കുന്നു. പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയും, യാതൊരു സംശയവുമില്ല. നീ ആർക്ക് വേണ്ടിയാണ് ഇവൻ പ്രാർത്ഥിച്ചത്? ശത്രുക്കൾക്ക് വേണ്ടി. വലിയ പ്രയാസം അല്ലേ? നമ്മളെ ആരെങ്കിലും ഒരു വിരോധത്തോടു കൂടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരോട് അടുത്തിടപെടാൻ നമുക്ക് വലിയ പ്രയാസമാണ്. പക്ഷേ കർത്താവ് ഹി നോട്ട് ഓൺലി പ്രീച്ച്ഡ് ബട്ട് ഓൾസോ പ്രാക്ടീസ് ഇൻ ഹിസ് ലൈഫ്. ഒറ്റിക്കൊടുക്കുന്നവനാണെന്നറിഞ്ഞിട്ടും അത്താഴത്തിൽ ഒരുമിച്ചിരുത്തി. ഒരു ചുംബനം കൊണ്ട് തന്നെ വഞ്ചിക്കാൻ പോകുന്നെന്നറിഞ്ഞിട്ടും അവനോടൊത്ത് ഭക്ഷണം കഴിച്ചു. വലിയ മിടുക്കനാണ്. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് രണ്ട് സ്ത്രീകൾ വന്ന് ചോദിച്ചാൽ ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറയാൻ തയ്യാറായിട്ടിരിക്കുന്നവനോടൊപ്പം അവസാന ഭക്ഷണം കഴിച്ചു. ഇതൊക്കെ കർത്താവ് കാണിച്ച വലിയൊരു മനോഭാവമാണ്. ശത്രുക്കൾക്ക് വേണ്ടി, ആ തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി, തന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടിയൊക്കെ കർത്താവ് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ജീസസ് പ്രാക്ടീസ്ഡ് വാട്ട് ഹി പ്രീച്ച്ഡ്. ക്രീഡ് ആൻഡ് കോണ്ടാക്റ്റ് ഷുഡ് ബി റിലേറ്റഡ്. He could have given priority for his own needs on the cross because it was a painful experience. എന്തെല്ലാം കാര്യങ്ങൾ അവന് നോക്കാമായിരുന്നു. അത്രയും മാത്രം വേദനകളാൽ കഴിയുമ്പോൾ വേറൊരുത്തൻ്റെ കാര്യം എങ്ങനെ ശ്രദ്ധിക്കുന്നേ? നീ ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ വേദനകളാൽ നമ്മൾ വലയുമ്പോൾ നമ്മൾ മറ്റൊരുത്തൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമോ? നമ്മുടെ വേദനയാൽ നമ്മളൊരു ഡിസ്കംഫോർട്ട് സോണിലാണെങ്കിൽ മറ്റൊരുതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമോ? നമ്മൾ നമ്മുടെ പ്രയാസങ്ങൾ വലിയ പ്രയാസമായിട്ട് പൊക്കിപ്പിടിക്കും. എന്നാൽ കർത്താവ് നോക്കിക്കേ, അവനങ്ങനെ ചിന്തിച്ചില്ല. He could have given priority for his needs, but he gave priority to others. And he pleaded to Lord Almighty for their forgiveness, for their renewal. ദൈവമേ അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ ധ്യാനിക്കുമ്പോൾ ഒത്തിരി ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ തിരമാലകൾ പോലെ ആഞ്ഞടിക്കും. ഈ യൂദ കർത്താവ് വിശ്വസിച്ച് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച ആളാണ്. യൂദ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രൈസ്ഡ് എന്നുള്ളതാണ്, സ്തുതിക്കപ്പെട്ടവൻ
The meaning of that Jude means, what is that? Praised എന്നുള്ള അർത്ഥമാണ്. സ്തുതിക്കപ്പെട്ടവൻ, ബ്ലെസ്സിങ്, അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നൊക്കെയുള്ളതാണ്. പക്ഷേ പ്രവൃത്തി കൊണ്ട് ശപിക്കപ്പെട്ടവനായിട്ട് തീർന്ന ഒരു വ്യക്തിയാണ് യൂദ. അവനോടൊക്കെയാണ് കർത്താവ് ഈ പാപമോചനത്തിന് വേണ്ടി കർത്താവിന് വേണ്ടി ദൈവത്തിനോട് യാചിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. അവരോടൊപ്പമാണ് കർത്താവ് അന്ത്യത്താഴം പങ്കിട്ടതെന്നും നമ്മൾ ഓർക്കണം. കുരിശിലെ 1-ാമത്തെ മൊഴി നമ്മളെ പഠിപ്പിക്കുന്ന അതാണ്. ജീവിതത്തിൻ്റെ ഏത് അനുഭവങ്ങളുടെ നടുവിലും പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ നമ്മളോട് ഒത്തുള്ള പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഒരു നല്ല ബന്ധം കാത്തു സൂക്ഷിക്കണം. കർത്താവ് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവർക്ക് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥ അണച്ചതുപോലെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ നടുവിൽ നാമും ഒരു നല്ല ബന്ധത്തിന് ഉടമയായി നമ്മുടെ സ്വന്തം കാര്യത്തേക്കാൾ മറ്റുള്ളവൻ്റെ ഗുണം കൂടി നോക്കണം എന്ന തിരുവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ we should maintain that a kind of relationship with others so that we can lead a good Christian life on this earth. Praise the Lord. Hallelujah. ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോകട്ടെ. 2-ാമത്തെ മൊഴി കർത്താവ് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹം പറഞ്ഞ 2-ാമത്തെ മൊഴിയാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 43-ാമത്തെ വാക്യം. Gospel according to Saint Luke chapter 23 verse 43. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. ജീസസ് ആൻസേർഡ് ഹിം, ട്രൂലി ഐ ടെൽ യു, ടുഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. ആരോടാണ് പറഞ്ഞത്? He was not only pleaded for forgiveness, but he practiced and offered that forgiveness to a thief on the cross. പാപക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച കർത്താവിനെ നമ്മൾ കണ്ടു. കർത്താവേ നീ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിനെ കണ്ടു. പക്ഷേ തൻ്റെ അടുത്ത് കിടന്ന് ഒരുത്തൻ പാപക്ഷമയ്ക്ക് വേണ്ടി കേണപ്പോൾ തൻ്റെ വാക്കിനെ പ്രവൃത്തിയാക്കി കർത്താവ് മാറ്റുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. തൻ്റെ അടുത്ത് കിടന്ന കള്ളന് അവനോട് ക്ഷമിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീസസ് വാസ് ക്രൂസിഫൈഡ് ഇൻ ദ മിഡിൽ ഓഫ് 2 other ക്രിമിനൽസ്. നമ്മൾ ചിന്തിക്കും, ഇത്ര ശുശ്രൂഷ ചെയ്തിരുന്ന കർത്താവിനെ എന്തുകൊണ്ടാണ് 2 ക്രിമിനലിൻ്റെ കൂടെ ക്രൂശിൽ തറച്ചത്? ഒരു പക്ഷേ കർത്താവിനെ അവഹേളിക്കാനും കർത്താവിനെ പരിഹസിക്കാനും അതുപോലെ കുറ്റക്കാരനാണ് ഇവനെന്ന് ഒരു പക്ഷേ ചിത്രീകരിക്കാനും ഒക്കെ ആയിരിക്കും അപ്രകാരം ക്രൂശിച്ചത്. പക്ഷേ ഞാൻ പറയട്ടെ, ഐ വുഡ് ലൈക്ക് ടു സേ ദാറ്റ് വാസ് ഗോഡ്സ് പ്ലാൻ. അതുകൊണ്ട് ഈവൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഹിസ് ട്രയൽസ് ആൻഡ് ഈവൻ ഇൻ ദ ഫേസ് ഓഫ് ഡെത്ത് ഹി കുഡ് ഗെയിൻ വൺ സോൾ. ഹല്ലേലൂയ. തൻ്റെ മരണത്തിൻ്റെ സമയത്ത് പോലും ഒരു ആത്മാവിനെ നേടാൻ കർത്താവിന് സഹായിച്ചു. ലോകർ കളിയാക്കിയാണ് ക്രിമിനൽസിനെ കർത്താവിനോടൊപ്പം ക്രൂശിൽ തറച്ചത്. പക്ഷേ കർത്താവിന് തൻ്റെ ക്രൂശ് മരണത്തിൽ പോലും ഒരുത്തിനെ നേടാനുള്ള ഒരു വഴി തുറന്നു. ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നത് യാദൃച്ഛികമല്ല പ്രിയപ്പെട്ടവരെ. Everything happens according to the definite plan and foreknowledge of our Lord Jesus Christ. ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ വ്യക്തമായ പ്ലാനോട് കൂടിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചിലപ്പോൾ നടന്നു വന്ന് വരികയില്ല. ബട്ട് എവറിഥിങ് ഈസ് ഹാപ്പനിങ് ഇൻ അവർ ലൈഫ് വിത്ത് ദ ഫോർനോളജ് ഓഫ് അവർ ലോഡ്. അത് നമ്മൾ മറന്നു പോകരുത്. ഇതിവിടെയും നമുക്ക് കാണുന്നു, കർത്താവ് തൻ്റെ അവസാനവും ഒരു പാപിയെ നേടുന്നതായിട്ട് നമുക്ക് കാണാം. ഇറ്റ് വാസ് എ ഗോഡ്സ് പ്ലാൻ ബിക്കോസ് ഹി വാസ് ഫ്രണ്ട് ഓഫ് സിന്നേഴ്സ്. അവസാനം ഒരാൾ എന്ത് ചെയ്തു? അവൻ്റെ മരണത്തിനോട് അടുത്തിരിക്കുകയാണ്. അവൻ കൺഫസ് ചെയ്യുന്നു. ഹി കൺഫസ്ഡ് ആൻഡ് റെക്കഗ്നൈസ്ഡ് ഹിം ജീസസ് ക്രൈസ്റ്റ് ആസ് ലോർഡ് ആൻഡ് സേവിയർ. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യുന്നു? അവന് പറുദീസ വാഗ്ദാനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ജീവിതത്തിൽ ഏത് സ്ഥിതിയിലാണെങ്കിലും നമ്മുടെ പാപത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ
ജീവിതത്തിൻ്റെ ഏത് ഫേസിലും Lord, I am a sinner. If you have a real confession before Lord, He will receive you. He will wash you. He will renew you. And He will empower you. Praise the Lord. ഈ കള്ളൻ്റെ ഒന്ന് ഓർത്ത് നോക്കി, അവനെല്ലാം മോട്ടിച്ച് നടന്നിരുന്ന, കള്ളത്തരം കാണിച്ച് നടന്നിരുന്നില്ല. പക്ഷെ അവൻ അവസാനം പറുദീസയും മോട്ടിച്ചു, അല്ലേ? He stole everything. Finally he stole what? Paradise too. കർത്താവിൻ്റെ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ നടുവിൽ ഒരു കൺഫെഷൻ അവസരം കിട്ടിയാൽ അത് എപ്പോഴും ചെയ്തേക്കണം. നാളെ ആട്ടെ എന്ന് മാറ്റി വെക്കാൻ പാടില്ല. If you get a chance, confess. Lord, I am a sinner. I am not unworthy. I am not unworthy to hear your word. I am not unworthy to worship you. ജീവിതത്തിലെ ഒരു അനുഭവം, ഒരു അവസരം കിട്ടിയാൽ അത് ആരാധനയ്ക്കാണേലും പ്രാർത്ഥനയ്ക്കാണേലും പശ്ചാത്താപത്തിനാണേലും റിന്യൂവലിനാണേലും അതൊന്നും നഷ്ടപ്പെടുത്താനായിട്ട് പാടില്ല എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കണം. കള്ളൻ അപ്രകാരം പറുദീസ നേടിയെടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അല്ലെങ്കിൽ തന്നെയും ഈ കുരിശാണ് നമ്മളെ ലെഫ്റ്റും റൈറ്റുമായിട്ട് മാറ്റുന്നത്. Surely this cross and its experiences will set apart us into two groups. അല്ലേ? ഇവിടെ രണ്ട് കള്ളന്മാരുണ്ട്, രണ്ട് പേരുടെയും മനോഭാവം വ്യത്യാസമാണ്. When we face Jesus Christ, നമ്മളെക്കുറിച്ച് ഒരു ബോധമുള്ളവരാകും രണ്ട് ഗ്രൂപ്പിൽ. ഏത് ഗ്രൂപ്പിൽ ഇവിടെ? അവനെ അംഗീകരിക്കുന്നവരുടെ ഒരു ഗ്രൂപ്പ്, അവനെ എതിർക്കുന്നവരുടെ ഒരു ഗ്രൂപ്പ്. അവന് വിശ്വസിക്കുന്നവരുടെ ഒരു ഗ്രൂപ്പ്, അവന് വിശ്വസിക്കാത്തവരുടെ ഒരു ഗ്രൂപ്പ്. എപ്പോഴും ദൈവമായിട്ട് മുൻനിർത്തിയാണ് നമ്മുടെ ജീവിതത്തിൽ ഗ്രൂപ്പുകൾ നിശ്ചയിക്കപ്പെടുന്നത്, മറ്റൊരു ഗ്രൂപ്പുകളുമില്ല. When we face cross, our life would be, inspected. അപ്പോൾ രണ്ട് ഗ്രൂപ്പായിട്ട് ചിലപ്പോൾ നമ്മൾ തിരിയപ്പെടും. ഇവിടെ അവൻ എന്ത് ചെയ്തു? അവൻ രക്ഷിക്കപ്പെടുന്നവരുടെ ഗണത്തിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. മറ്റൊന്ന് അവർ ചെയ്തത് എന്താണ്? കർത്താവിൻ്റെ ക്രൂശിൻ്റെ മുകളിൽ INRI എന്ന് എഴുതി വെച്ചു. വാട്ട് ഈസ് ദാറ്റ്? യേശു യഹൂദന്മാരുടെ ഈസൂസ് നസറേനിയസ് റെക്സ് യോഡിയറം. വാട്ട് ഈസ് ദാറ്റ്? യേശു യഹൂദന്മാരുടെ രാജാവ് എന്നെഴുതി. ഇത് അവർ കളിയാക്കാൻ വേണ്ടിയാണ് എഴുതി വച്ചിരുന്നത്. റോമായവനായ ഭാഷകളിൽ എഴുതി വച്ചിരുന്ന ഈ മേലെഴുത്ത് അത് പരിഹസിക്കാൻ വേണ്ടിയാണ് എഴുതി വെച്ചത്. പക്ഷേ ഞാൻ വിചാരിക്കുന്നു ഈ കള്ളൻ അത് വായിച്ചു. അത് വായിച്ചിട്ട് അവൻ എന്ത് ചെയ്തു? അവന് മനസ്സിലായി, അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹീ ഈസ് ദ റിയൽ കിങ്, മസായ. ഇവനാണ് യഹൂദന്മാരുടെ യഥാർത്ഥ രാജാവ് എന്ന് ആ കള്ളൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവൻ കൺഫസ് ചെയ്തു. ഒരുപക്ഷെ കളിയാക്കാൻ വേണ്ടി എഴുതി വെച്ചതാണ്, പക്ഷെ അവൻ അതിനെ അംഗീകരിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ വഴിയാത്രകളിൽ നമ്മൾ ഈ കർത്താവിനെ അംഗീകരിക്കുന്നവരായിട്ട് തീരുമ്പോഴാണ്, നമ്മൾ അവൻ ആരാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിന് അർത്ഥപൂർണ്ണത ഉണ്ടാകുന്നതെന്ന് ഞാൻ നിങ്ങൾ മറന്നു പോകരുത്. ബൈബിളിലെ വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്, പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു യഥാർത്ഥത്തിലുള്ള കൺഫെഷൻ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ എന്നൊന്ന് ശാന്തമായിട്ട് നമ്മൾ ചിന്തിക്കണം. കർത്താവൻ എന്ത് ചെയ്യുന്നു? ജീസസ് അക്സെപ്റ്റഡ് ഹിം ഈവൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഹിസ് പെയിൻ ആൻഡ് ഹി യൂസ്ഡ് ഹിസ് അതോറിറ്റി ഇൻ എ പ്രോപ്പർ വേ. തൻ്റെ അധികാരം യേശു നന്നായിട്ട് വിനിയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ട്രൂലി ഐ ടെൽ യു, ടുഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. Jesus used his authority in a proper way. But Pilate, the governor, he forgot that. അദ്ദേഹം ഒരു അധികാരിയാണല്ലോ. തൻ്റെ അതോറിറ്റി എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പൈലറ്റിന് അറിയത്തില്ല, പിലാത്തോസിന് അറിയില്ല. പക്ഷേ യേശു തൻ്റെ അധികാരം യഥാർത്ഥത്തിൽ വിനിയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്ന ഉത്തരവാദിത്തങ്ങൾ, അത് കുടുംബത്തിലാകട്ടെ സമൂഹത്തിലാകട്ടെ, അതിൻ്റെ അർത്ഥത്തിൽ ഉപയോഗിപ്പാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. മറ്റൊരു ശക്തിക്കും നമ്മുടെ അധികാരത്തിൻ്റെ മേൽ കടന്നുകയറ്റം നടത്തുവാൻ, മറ്റൊരു ലോകമോഹങ്ങൾക്കും
നമ്മുടെ അധികാരത്തിൻ്റെ ആധികാരികതയുടെ മേൽ കടന്നുകയറ്റം നടത്തുവാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കാനായിട്ട് പാടില്ല. ഇവിടെ കർത്താവ് തൻ്റെ ആധികാരികത, തൻ്റെ അധികാരം അവനവിടെ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പാരഡൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രാർത്ഥനയിലൊക്കെ, നോമ്പ് പ്രാർത്ഥനകളിലൊക്കെ വായിച്ചിട്ടുണ്ട്, പാരഡൈസ് ഈസ് ദ ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് സെയിൻസ്, അല്ലേ? പാരഡൈസ് എന്ന് പറയുന്ന പദം ഇറ്റ്സ് എ പേർഷ്യൻ വേർഡ്. ഒരു പേർഷ്യ രാജാവിനുമായിട്ട് ബന്ധപ്പെട്ട്, രാജധാനിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നൊരു പദമാണ് പാരഡൈസ് എന്ന് പറയുന്ന പദം. എന്താണ് ആ പദത്തിൻ്റെ അർത്ഥം? ഇറ്റ് ഡിനോട്ട്സ് ഓർ ഇറ്റ്സ് എ ഗാർഡൻ ഹാവിങ് വാൾസ് എറൗണ്ട്. അതൊരു ഉദ്യാനമാണ്. പേർഷ്യൻ രാജധാനിയിൽ ഉപയോഗിച്ചിരുന്നത് രാജാവിൻ്റെ ഒരു ഉദ്യാനമാണ് പാരഡൈസ് എന്ന് പറയുന്നത്. ആ ഉദ്യാനത്തിന് ചുറ്റും വേലി, നല്ല മതിൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഉദ്യാനത്തിൽ സം പീപ്പിൾ മേ ഗെറ്റ് പ്രിവിലേജ് ടു ബി വിത്ത് കിങ് ആൻഡ് ടു വാക്ക് അലോങ് വിത്ത് കിങ്. രാജാവിനോട് ഒപ്പം നടക്കാൻ ചിലപ്പം ജനങ്ങൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവകാശം കിട്ടും. അതൊരു വലിയ പ്രിവിലേജാണ്. അപ്പം പേർഷ്യ രാജാവിനോടൊപ്പം ഗാർഡനിൽ ഉലാത്താനായിട്ട് സാധിക്കുക എന്നുള്ളത് ഒരു വലിയ പ്രിവിലേജാണ്. അങ്ങനെയാണ് ആ പദം, പാരഡൈസ് എന്ന് പറയുന്ന പദം അർത്ഥമാക്കുന്നത്. ഇവിടെ രാജാതിരാജാവായ സകലത്തിൻ്റെയും രക്ഷകനായ കർത്താവിനോടൊപ്പം ആയിരിക്കാൻ ഈ കള്ളന് ഭാഗ്യം ലഭിച്ചു എന്ന് ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും അവസാനത്തിൽ അവൻ പാരഡൈസിന് അവകാശമായിട്ട് അവൻ മാറി, അവകാശിയായിട്ട് അവൻ മാറി. ബിക്കോസ് ഹി കൺഫസ്ഡ് ആൻഡ് ജീസസ് ടോൾഡ് ടു ഹിം ആൻഡ് ഹി ആൻസേർഡ് ഹിം, ട്രൂലി ഐ ടെൽ യു ടുഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിച്ചാൽ ക്രിസ്തുവിനോടുകൂടെ, മരിച്ചാൽ ക്രിസ്തുവിനോടുകൂടെ. അപ്പോസ്തലൻ പോളിൻ്റെ വലിയൊരു സാക്ഷ്യമാണ്. ഞാൻ ജീവിച്ചാൽ ക്രിസ്തുവിനോടുകൂടെ, മരിച്ചാൽ ക്രിസ്തുവിനോടുകൂടെ. ഒരു മരം എങ്ങോട്ടാണോ ചാഞ്ഞ് നിൽക്കുന്നത് അങ്ങോട്ട് മാത്രമേ വീഴുകയുള്ളൂ. എതിർ സൈഡിൽ വീഴണമെങ്കിൽ വല്ല കെട്ടി വലിക്കണം. സാധാരണ ഒരു മരം വീഴുന്നത് എങ്ങോട്ടാണോ ചായ്വ് അങ്ങോട്ടേ വീഴുകയുള്ളൂ. അതുകൊണ്ട് ജീവിക്കുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ ഇല്ലാത്ത ഒരാളും മരിക്കുമ്പോഴും നിത്യതയിലും കാണുകയില്ല. അതുകൊണ്ട് ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുക. ഈ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ കുറവുകൾ വരുമ്പോൾ ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുക. ഈ കള്ളൻ അതാണ് ചെയ്തത്. അവൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിലപ്പോൾ അതിനുള്ള ഒരു വഴി കിട്ടി കാണത്തില്ല. ബട്ട് ഹി യൂട്ടിലൈസ്ഡ് ദാറ്റ് ലാസ്റ്റ് മൊമെൻറ്റ് എഫക്റ്റീവ്ലി. ഹി കൺഫസ്ഡ്. ജീസസ് ക്രൈസ്റ്റ് അക്സെപ്റ്റഡ് ഹിം. നോ നീഡ് ഓഫ് എനി റെക്കമെൻഡേഷൻസ് ദെയർ. നമ്മൾ പറയത്തില്ല എനിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യണം. ഈ നാട്ടിലൊക്കെ എന്തായാലും ഇവിടുത്തെ ഒരു ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. എത്ര സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നത്. യു ആർ ലക്കി പേഴ്സൺസ്. പക്ഷേ നാട്ടിലൊക്കെ ഒരു ചില കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഞാൻ ശുശ്രൂഷ ചെയ്ത ആന്ധ്രാപ്രദേശിൽ, അവിടെയൊക്കെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഇത്തിരി കൈമടക്ക് കൊടുത്താൽ മതി. പെട്ടെന്ന് കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ വെച്ച് തെള്ളും. മനസ്സിലായി? ഒരധികാരം വിനിയോഗിക്കണമെങ്കിൽ, ഒരു കാര്യം ചെയ്യണമെങ്കിൽ റെക്കമെൻഡേഷൻസ്, ശുപാർശകൾ വേണം. ബട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ലോർഡ് ഓൾമൈറ്റി നോ നീഡ് ഓഫ് എനി റെക്കമെൻഡേഷൻസ്. ഒരു കാര്യം ചെയ്താൽ മതി. കർത്താവേ, ഞാൻ പാപിയാണ്, ഞാൻ പശ്ചാത്തപിക്കുന്നു, എന്നെ സ്വീകരിക്കുക. രക്ഷയുടെ അനുഭവത്തിലേക്ക് അവൻ നമ്മളെ ക്ഷണിക്കും. മൂന്നാമത്തെ മൊഴി, യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 26 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. മറിയോട് പറഞ്ഞതാണ്. സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ യോഹന്നാനെ ചൂണ്ടിയാണ് പറയുന്നത്. സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. യോഹന്നാനോട് പറയുന്നു, ഇതാ നിൻ്റെ അമ്മ. വെൻ ജീസസ് സോ ഹിസ് മദർ ദെയർ and the disciples whom he loved standing nearby, he said to her, Woman, here is your son. And to the disciples, here is your mother. അതായത് പ്രിയപ്പെട്ടവരെ, രണ്ടുപേരെയും പുതിയൊരു ബന്ധത്തിലേക്ക് കർത്താവ് ക്ഷണിക്കുകയാണ്.
കാരണം ജന്മം കൊടുത്തില്ലെങ്കിലും ഇവനെ മകനായി നീ കാണണം എന്നുള്ളൊരു പുതിയ ബന്ധം. ഇത് നിൻ്റെ അമ്മയല്ലെങ്കിലും ഇവളെ നീ അമ്മയായി കാണണമെന്നുള്ള ഒരു പുതിയ ബന്ധം. ജീസസ് ക്രൈസ്റ്റ് ഇൻവൈറ്റഡ് ജോൺ ആൻഡ് മേരി ടു എൻ്റർ ഇൻടു എ ന്യൂ റിലേഷൻഷിപ്പ്. രക്തബന്ധം ഒരുപക്ഷെ ഇല്ലെങ്കിലും ഒരു പുതിയ ബന്ധത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് കർത്താവ് ക്ഷണിക്കുകയാണ്. കർത്താവ് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ട. ഞാനിങ്ങനെയൊക്കെ ഈ ബൈബിളിനെ കാണാൻ എനിക്കിഷ്ടം. ശമരിയക്കാരി സ്ത്രീയുമായിട്ട് മധ്യാഹ്ന സമയത്ത് ഏകാഗിയായി സംസാരിക്കേണ്ടി വന്ന അവസരങ്ങളിൽ പോലും അവൾ ജീവിതത്തിൽ കൊള്ളാത്ത സ്ത്രീയാണെന്ന് അറിഞ്ഞിട്ടും ജീസസ് ക്രൈസ്റ്റ് ടോക്ക്ഡ് വിത്ത് ഹെർ ഇൻ ഫുൾ റെസ്പെക്റ്റ് വൈൽ ഗിവിങ് ഫുൾ റെസ്പെക്റ്റ് ടു ഹെർ. അവളുടെ സ്ത്രീത്വത്തെ ബഹുമാനിച്ചുകൊണ്ടാണ് കർത്താവ് അവളോട് സംസാരിക്കുന്നത്. കർത്താവിന് ഓരോരുത്തരെ അംഗീകരിക്കാനും അതാരാണെന്ന് കാണാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. ഇതെല്ലാം നമ്മളുടെ ജീവിതങ്ങളെ ചലഞ്ച് ചെയ്യണം. നമ്മുടെ ജീവിതത്തിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ ആ ഒരു ഗ്രേസ്, ആ ഒരു റെസ്പെക്റ്റ്, ആ ഒരു വില അത് നമ്മൾ കൊടുത്ത് സംസാരിക്കാനും ഇടപെടാനും ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. When we mingle with others, we should give importance to them, accept them as it is, and give respect to them. ഇവിടെ കർത്താവ് ഇവരെ ക്ഷണിക്കുന്ന ഒരു പുതിയ ബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ. അതുകൊണ്ട് ഞാനതൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ചിന്തകൾക്കുമൊക്കെ അപ്പുറമാണ് കർത്താവ് നമ്മളെ ഈ ഒരു അനുഭവത്തിലേക്ക് ക്ഷണിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾ മറന്നു പോകരുത്. ഇവിടെ ഈ മേരി വളരെ വേദനയുടെ നടുവിൽ നിൽക്കുകയാണ്. കാരണം കർത്താവിൻ്റെ അസാധാരണമായ ജീവിതം കണ്ട ഒരു വ്യക്തിയാണ് മേരി. സാധാരണ ഒരു ശിശു വളരുന്ന പോലെയല്ല, ഒരുപാട് വേദനകളിലൂടെയും ഒരുപാട് പ്രയാസങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും ഒരുപാട് ആശ്ചര്യങ്ങളിലൂടെയും വ്യത്യസ്തമാർന്ന ജീവിതാനുഭവങ്ങളുടെ നടുവിൽ കൂടൊക്കെ മകൻ വളർന്നു വരുന്നത് കണ്ട ഒരമ്മയാണ്. ഇവിടിതാ ഇപ്പോൾ വളരെ നിന്ദ്യമായ രീതിയിൽ ക്രൂശിൽ തറയ്ക്കപ്പെട്ടിരിക്കുന്നു. ആ ഒരു വേദനയോടുകൂടെ മേരി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ കർത്താവ് എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? തൻ്റെ മാതാവിനെക്കുറിച്ച് ഓർക്കുകയാണ്. താൻ പോയാൽ തൻ്റെ മാതാവിന് ആശ്രയം ആരുണ്ട്? ഒരു മകനെന്നുള്ള രീതിയിൽ സ്നേഹം കൊടുക്കാൻ, സംരക്ഷണം കൊടുക്കാൻ ആരുണ്ട് എന്നുള്ള ഒരു ചിന്ത കർത്താവിനെ ക്രൂശിൻ്റെ മുഖത്ത് വല്ലാതെ ഭരിച്ചു. ഇന്നെന്നെ കേൾക്കുന്ന യങ്സ്റ്റേഴ്സ്, we know that one commandment is honor your father and mother. Dearly beloved, God is giving many chances to you to grow and utilize your talents and opportunities in an effective manner. During that time, do not forget your father and mother. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് നടക്കാൻ പറ്റാത്തപ്പോൾ അവർ നമ്മളെ നടത്തിയതാണ്. ഒരമ്മ ഒരു കുഞ്ഞിനെ ഗർഭിണിയായി എത്ര നാൾ, 9 മാസത്തോളവും അവളുടെ ഭക്ഷണം ആ കുഞ്ഞിൻ്റെ അനുസരിച്ചാണ്. their taste changed for you, they struggle for you. when she gave birth to a child, ഓരോ വളർച്ചയിലും നോക്കി നിന്നു മാതാപിതാക്കന്മാർ വളർത്തി. അപ്പോൾ we should respect our father and mother. അമ്മയപ്പന്മാരെ മറന്നുകൊണ്ട് നമുക്കൊരു അനുഗ്രഹ ജീവിതമില്ല എന്ന് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ കർത്താവ്, നമ്മൾ ചിന്തിക്കും അവൻ ദൈവിക ശുശ്രൂഷയിലല്ലേ, ദൈവത്തിൻ്റെ മിഷനല്ലേ പൂർത്തിയാക്കുന്നത്. പക്ഷേ കർത്താവ് ഈ ലോകപരമായിട്ടുള്ള കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകിയ വ്യക്തിയാണ് എന്ന് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു വശത്ത് തൻ്റെ മിഷൻ അക്കംപ്ലിഷ് ചെയ്യുമ്പോൾ മറുവശത്ത് ഈ ലോകപ്രകാരം ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചും കർത്താവ് ബോധ്യം ഉണ്ടായിരുന്നു. സോ വി ഹാവ് സർട്ടൻ റെസ്പോൺസിബിലിറ്റി ഇൻ അവർ ഫാമിലീസ് ആസ് വെൽ ആസ് ഇൻ സൊസൈറ്റി. ഡു നോട്ട് ഫോർഗെറ്റ് ദാറ്റ്. അതെല്ലാം മറന്നുകൊണ്ട് നമ്മൾ ഈ ലോകത്തിലൊരു വിശുദ്ധ ജീവിതം നയിക്കാമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യേണ്ട. ആസ് എ സൺ യു ഹാവ് റെസ്പോൺസിബിലിറ്റി, ആസ് എ ഡോട്ടർ യു ഹാവ് റെസ്പോൺസിബിലിറ്റി, ആസ് എ മദർ ആൻഡ് ഫാദർ യു ഹാവ് റെസ്പോൺസിബിലിറ്റി. യു ഹാവ് വേരിയസ് mission to do in your family as well as society. You can't neglect it.
ഒരിക്കലും അത് മറന്നുകൊണ്ട് ദൈവവുമായിട്ട് ചേർന്നൊരു വിശുദ്ധ ജീവിതം നയിക്കാമെന്ന് നമുക്കൊരിക്കലും അത് സാധിക്കത്തില്ല. അങ്ങനെ നടക്കാമെന്ന് നമുക്ക് വിചാരിക്കുന്നതും തെറ്റാണ്. അതുകൊണ്ട് കർത്താവ് ഇവിടെ ഒരു മനുഷ്യൻ്റെ ഫിസിക്കൽ നീഡിനെക്കുറിച്ചും ആവശ്യങ്ങളെക്കുറിച്ചുമൊക്കെ ബോധവാന്മാരാണ് എന്ന് നമുക്ക് മനസ്സിലാകും. മറ്റൊരു ആത്മീയ അർത്ഥം പറഞ്ഞാൽ ഈ മേരിയും ജോണുമൊക്കെ കുരിശിൻ്റെ ചുവട്ടി വരെ അവനെ അനുഗമിച്ചവരാണ്. ഒരു പക്ഷേ മറ്റ് ശിഷ്യന്മാരൊന്നും അവിടെ കാണുകയില്ല. ജോൺ ഹു ഫോളോഡ് ഹിം അണ്ടിൽ ക്രോസ്, അല്ലേ? ഈ അമ്മയും ഒക്കെ എന്ത് ചെയ്തു? ഈ കുരിശിൻ്റെ ചുവട്ടിൽ വരെ അവനെ അനുഗമിച്ചവരുടെ കൂട്ടത്തിൽ വരുന്നവരാണ്. ഒരാത്മീയമായ ഒരർത്ഥം പറഞ്ഞാൽ ഇഫ് യു ആർ റെഡി ടു ഫോളോ ക്രൈസ്റ്റ് അണ്ടിൽ ക്രോസ്, അല്ല ത്രൂ ഔട്ട് യുവർ ലൈഫ്, ജീവിതത്തിൻ്റെ ഏത് അനുഭവങ്ങളും നിങ്ങൾ ഈ കർത്താവിനെ പിൻപറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അവൻ നിങ്ങൾക്ക് മിഷനുകളും ഉത്തരവാദിത്തങ്ങളും ജീവിതത്തിൻ്റെ വിവിധ അനുഭവങ്ങളും ഏൽപ്പിക്കുന്ന ഒരു ദൈവമാണ് എന്നുള്ള ഒരു ആത്മീയ അർത്ഥം കൂടെ നമ്മൾ മറന്നു പോകരുത്. ചിലപ്പോൾ നമ്മൾ മടുപ്പ് തോന്നും, കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു മടുപ്പ് തോന്നും. എന്തിനാണ്? ഇതൊക്കെ വല്ലോ ഇതാണ്, അല്ലേ? എത്ര നാൾ കുമ്പിട്ടതാ, ഇനിയിപ്പം ഇത് കുമ്പിടുന്നു എന്തിനാ? വേറെ പണിയൊന്നും അല്ലേ? ആരാധന, എന്തോ ആരാധന. ഒരു മടുപ്പ് തോന്നും. പക്ഷേ അവസാനം വരെ മടുത്തു പോകാതെ പിൻപറ്റുന്നവർക്ക് നിയോഗങ്ങളും ഉത്തരവാദിത്തങ്ങളും ജീവിതത്തിൻ്റെ വിവിധ അനുഭവങ്ങളും പ്രദാനം ചെയ്യുന്നവരാണ് ദൈവമെന്നാണ് നമ്മളെ ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിലെ അതിവേദനയോ ക്ലേശങ്ങളോ ഒന്നും നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നമ്മളെ പിന്തിരിപ്പിക്കുന്നില്ല. നമ്മൾ പല എക്സ്ക്യൂസസ് പറയും. ടുഡേ I had some problem, that's why I didn't participate in the family prayer. നമ്മൾ പല ഉത്തരവാദിത്ത പോലെ പറയും, എനിക്ക് വേദന പ്രയാസം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇന്ന് കുടുംബ പ്രാർത്ഥന നടത്തുന്നില്ല, മാറ്റിവെക്കുന്നു. എന്നാൽ ഇവിടെ കർത്താവ് ഒന്ന് ഓർത്ത് നോക്കി, തൻ്റെ വേദനയുടെ നടുവിലും അവൻ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് മറക്കുന്നില്ല, റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് മറക്കുന്നില്ല. അതാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠം. നമ്മളിന്ന് പലതും ആരാധനയും പ്രാർത്ഥനയും ഒക്കെ പല കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കും. നമുക്കിതുണ്ട് അതുകൊണ്ട് ഇന്ന് വേണ്ട, നമുക്ക് അസൗകര്യമുണ്ട് അതുകൊണ്ട് ഇന്ന് വേണ്ട, നമ്മളിങ്ങനെ ഒഴിവുകളൊക്കെ പറഞ്ഞ് മാറ്റിവെക്കും. പക്ഷെ കർത്താവ് ഒന്ന് ഓർത്ത് നോക്കി, തൻ്റെ ഉത്തരവാദിത്വം വേദനയുടെ നടുവിലും അവന് വേണമെങ്കിൽ അത് മാറ്റാമായിരുന്നു, അത് കണ്ടില്ലെന്ന് നടിക്കാമായിരുന്നു. പക്ഷെ കർത്താവ് തൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മറന്നു പോകുന്നില്ല എന്നാണ് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കട്ടെ. ഒരുപാട് കാര്യങ്ങൾ ഈ 3 മൊഴികളെക്കുറിച്ച് പറയാനുണ്ടെങ്കിലും ചില പ്രധാനപ്പെട്ട ചിന്തകളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ശ്രമിച്ചത്. അതുകൊണ്ട് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് ക്രമീകരിപ്പാൻ, സാക്ഷ്യത്തോടെ ജീവിപ്പാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. തൻ്റെ അവസാനത്തെ മൊഴികളിൽ കർത്താവ് നമ്മളെ വെല്ലുവിളിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഇപ്പോൾ മിസ്റ്റർ തോമസ് വർഗീസ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. We reflect on the sermon we've just heard. We come before you with heavy hearts and hopeful at the same time. Lord, we remember the sacrifice of your Son, Jesus Christ, and the pain and suffering he endured on the cross. We are humbled by his willingness to endure such suffering for our salvation. Yet, in this moment of sorrow, we hold on to your promise of your love. Help us to live lives that reflect your love and grace. Lord, let this day may not be a day of mere remembrance, but day of transformation. Help us to live lives worthy of your love, to extend compassion and forgiveness to others, and to walk in the light of your example. Lord, thank you for the gift of your life and the opportunity to experience your creation. Lord, we especially pray for the sick and needy in our church and the community. Lord, we ask you for your mercy and healing upon each one of them, O Lord. We especially pray for all our dear Achins
who are ministering in our midst. Bless their ministry. Lord, we ask for your divine presence for the remainder of this worship service. We commit each one of us into your mighty hands. We ask all this in Jesus' precious name. Amen. So let us have a break for 10 minutes. Then after we will start our second part of worship in English.